എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പ്രിലിംസ് പരീക്ഷയൊക്കെ എത്താറായി. പരീക്ഷകൾക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തീർത്ത് ഒരുവിധം റിവിഷൻ ആയിരിക്കണം ഇനിയുള്ള മാസങ്ങളിലൊക്കെ. ഫോഴ്സ് പരീക്ഷയുടെയൊക്കെ ഡേറ്റുകൾ നിങ്ങൾ കണ്ടതാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്റ്റും ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനും അതെല്ലാം മാക്സിമം കളക്ട് ചെയ്ത് സൂക്ഷിച്ച് ആ ട്രെൻഡിനനുസരിച്ച് ഇപ്പം കേരള ജോഗ്രഫിയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ജോഗ്രഫി അതൊക്കെ വെറൈറ്റി ചോദ്യങ്ങൾ വരുന്നെങ്കിൽ അതെല്ലാം എഴുതിയെടുക്കണം. അത് ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്കൂൾ ടെസ്റ്റിലെയാണോ, 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, ഇങ്ങനെ സ്കൂൾ ടെസ്റ്റ് ബേസാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്റർ എല്ലാം കവർ ചെയ്യുകയും ചെയ്യണം. അപ്പം നിങ്ങൾ അതും ശ്രദ്ധിച്ചോണം. അല്ലാതെ ഞാൻ ഏകദേശം എല്ലാ ടോപ്പിക്കും സിലബസ് അനുസരിച്ച് പഠിക്കുന്നു എന്ന് പറയുന്നത് കാര്യമില്ല. സിലബസ് അനുസരിച്ച് ആർക്കും പഠിക്കാം അല്ലേ, ആരും ഒരുവിധം സിലബസ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സിലബസ് അനുസരിച്ച് പഠിക്കുകയും ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ എയും ബിയും ശരിയാണോ, ബിയും സിയും ശരിയാണോ, അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെന്താ, സ്കൂൾ ടെസ്റ്റും കവർ ചെയ്യണം. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു ലോകത്തോടായിരിക്കണം ഇനി വരുന്ന 1, 2, 3 മാസം. കുറച്ച് മാസമേ കാണൂ. ഓക്കെ, പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്ന കടമ്പ കടന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റൂ, ഉറപ്പായിട്ട് മെയിനിലോട്ട് എത്താൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവത്തില്ലേ? എത്ര നാളുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക അല്ലേ, കമ്പനി ബോർഡിൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്, എനിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയല്ലേ ഇറങ്ങി തിരിച്ച്. അപ്പം പ്രിലിംസ് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും നാൾ ഇതേന്ന് പറഞ്ഞ് ലക്ഷ്യത്തിൽ ഇറങ്ങി തിരിച്ച്? അപ്പോൾ അവസാനം കൊണ്ടുവന്ന് അബദ്ധം കാണിക്കരുത്. ഇപ്പോഴേ സേഫാക്കി പഠിച്ച് അവസാനത്തെ 1, 2 മാസം നല്ല റിവിഷൻ ആയിരിക്കണം. മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ റിവിഷൻ പ്രാക്ടീസ് എപ്പോഴും ചിന്താഗതിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോഴത്തേക്ക് അതങ്ങ് സെറ്റ് ആവുന്നേ. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. വേറെ ആർക്കാണ് ജോലി കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെയാണ് ഈ ജോലിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളത് ചിന്തിക്കാം. മറ്റുള്ളവരെ ഞാൻ നോക്കാറില്ല എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ ജോലി എൻ്റെതാണ്, എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്, എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഒരു ചിന്താഗതിയും വേണ്ട. പഠിക്കുന്നവരോ നല്ല ലെവലുള്ളവരോ ഒക്കെ പോകട്ടെ, നിങ്ങൾ കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കുന്നൊന്നും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മുന്നിലോട്ട് വരുന്ന എല്ലാ പ്രയാസങ്ങളെ അങ്ങ് തട്ടിമറിക്കുക. കാരണം പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ കൂടുതലും ഉണ്ടാകുന്നത്. ഹെവിയായിട്ട് നല്ല ലെവലിൽ നല്ല ആത്മവിശ്വാസത്തോടെ ഇന്ന് പഠിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നത്. നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു മീഡിയം ഫാമിലിയിലുള്ളവരൊക്കെ പ്രശ്നങ്ങളുടെ ആൾക്കാരാണ് അല്ലേ? ആരാ ഇല്ലാത്ത? ഹൈ ലെവൽക്കാരൊന്നും അല്ലല്ലോ. മീഡിയം ഫാമിലി ഒരു താഴോട്ട് ഇരിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരും. അസുഖങ്ങൾ വരാം, പൈസ ഇല്ലായ്മ വരാം, ജോലി ഇല്ലായ്മ വരാം. ഇതൊക്കെ ഓരോ കാരണങ്ങളായിട്ട് വരാം മനസ്സിനെ വിഷമപ്പെടുത്തുന്നത്. ഇതിനെയൊക്കെ കവച്ചു വെച്ച് പോകുന്നവരൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആ ആത്മവിശ്വാസം കൂടുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ പകുതിക്ക് വെച്ച് എന്തെങ്കിലും വിഷമം വന്നിട്ട് പിന്മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിന്നീട് പരീക്ഷ അടുക്കുമ്പോൾ ഒന്നും കൂടെ നോക്കി എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നുമല്ല. നിങ്ങളിപ്പോൾ എന്ത് വിഷമം വന്നാലും പഠിത്തത്തിൽ ഒരു അപ്പീൽ കൊടുക്കാതിരിക്കുക. പഠിത്തം, കാരണം ഒരു ജോലി കിട്ടുമ്പോഴാണ് ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്ത ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഗാന്ധിജിയൊക്കെ കൊണ്ട് തന്നായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ, ഗാന്ധിജി സയൻസിൻ്റെ ഒക്കെ കൊണ്ട് തന്നായിരുന്നു. അതെല്ലാം ഒന്ന് റിവിഷൻ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവിഷൻ. ഇന്ന് ഞാൻ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സാണ് കൊണ്ടുവന്നത്. എന്നാലും പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി നോക്കട്ടെ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പം പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാം കേരള പ്രക്ഷോഭങ്ങൾ വർഷങ്ങൾ ചോദിക്കാം. കേരള പ്രക്ഷോഭങ്ങൾ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ ഉത്തരം പറയാൻ പറ്റുമോ നോക്കാം. കേരള പ്രക്ഷോഭങ്ങൾ, അഞ്ചുതെങ്ങ് കലാപം എന്ന 1697 അല്ലേ? ആറ്റിങ്ങൽ കലാപം എന്ന 1721. ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? വേണാട് ഉടമ്പടി. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയ വർഷമെന്ന 1729 അല്ലേ? ഒന്നാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയ വർഷമെന്ന 1750. രണ്ടാം തൃപ്പടിദാനം എന്ന 1766. ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന 1793-97 ഒന്നാം പഴശ്ശി വിപ്ലവം. 1800-805 രണ്ടാം പഴശ്ശി വിപ്ലവം. പഴശ്ശിരാജ കൊല്ലപ്പെട്ട എന്ന 1805 നവംബർ 30. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുറിച്യർ ലഹള 1812. ഒന്നാം ചാനാർ ലഹള 1822. മെയിൻ ചാനാർ ലഹള 1823
1859, പണ്ടാരപ്പാട്ട വിളംബരം എന്ന 1865, കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം എന്ന 1869, പുനലൂർ തൂക്കുപാലം എന്ന 1877, 1888 എന്താ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് 1888. 1891 മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ 91. വില്ലുവണ്ടി യാത്ര ഏത് വർഷം? 1893 വില്ലുവണ്ടി യാത്ര നടന്നത്. 1896 ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ ഏത് വർഷം? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ അല്ലേ. ശ്രീമൂലം പ്രജാസഭ ഏത് വർഷം? 1904. SNDP 1903. സാധുജന പരിപാലന സംഘമല്ലേ 1907. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് ഏത് വർഷം? 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം എന്താണ്? 1910. അതുപോലെ 14 എന്താണ്? 14 എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട NSS നിലവിൽ വന്ന വർഷം. NSS രൂപീകരിച്ച വർഷം എന്നാണ് 1914. 15 എന്താണ്? 15 പുലേ ലഹള, അയ്യങ്കാളിയുടെ പുലേ ലഹള, ഊരട്ടമ്പല ലഹള. ഈ 15 തന്നെയല്ലേ അയ്യങ്കാളി നമ്മുടെ പെരിനാട് ലഹള കൊണ്ടുവന്നത്. പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരവും 15 തന്നെയല്ലേ. ഈ 17 സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത്. വാക്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും 1917. മലബാർ കലാപമല്ലേ 21. അതേ വർഷം തന്നെയല്ലേ ഇവിടെ വാഗൺ ട്രാജഡി നടന്നതും. വാഗൺ ട്രാജഡി നടന്നതും 21. വൈക്കമല്ലേ 24. 24 വൈക്കമാണെങ്കിൽ 26 ശുചീന്ദ്രം സത്യാഗ്രഹം, 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം. 31 ഗുരുവായൂർ സത്യാഗ്രഹം അതേ വർഷത്തിൽ തന്നെയല്ലേ VT ഭട്ടത്തിരിപ്പാട് യാചനായാത്ര നടത്തിയത്. 31. 32 നിവർത്തന പ്രക്ഷോഭം. 32 നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനല്ലേ. അത് 35. അപ്പൊ C കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. 36 4 പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് 36 4 പ്രത്യേകതകൾ? 1 ക്ഷേത്രപ്രവേശന വിളംബരം, 2 തൃശ്ശൂർ വൈദ്യുത സമരം, 3 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന വർഷം, 4 AKGയുടെ പട്ടിണി ജാഥ ഏത് വർഷം? AKGയുടെ പട്ടിണി ജാഥ 36. തൃശ്ശൂർ വൈദ്യുത സമരം നടന്നത് 36. ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 36. പിന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന വർഷം എന്നാണ്? 36. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഡേറ്റ് പഠിക്കണേ. 36 നവംബർ 12. 38 4 വന്നിട്ടുണ്ടല്ലോ. 38 ഏതൊക്കെയാ? കടക്കൽ സമരം നടന്നത് 38, കല്ലറ പാങ്ങോട് സമരം നടന്നത് 38, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പട്ടം താണുപിള്ള രൂപീകരിച്ചത് 38, അക്കമ്മ ചെറിയാൻ്റെ രാജധാനി മാർച്ച് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 38. അപ്പോൾ കടക്കൽ സമരം, കൊല്ലം ജില്ലയിലെ കടക്കൽ സമരം 38, കല്ലറ അങ്ങോട്ട് സമരം 38, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മറന്നുപോരുത്, പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം എന്നാണ് 1938. ഈ 38 തന്നെയാണ് എന്ത് പറയുന്നത് നമ്മുടെ അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച് വരുന്നത്. 40 എന്താണ് പ്രത്യേകത? കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സമരം കേരളത്തിൽ വരുന്നു, മൊറാഴ സമരം. പൂഴ്ത്തിവയ്പ്പിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ആദ്യമായി നടന്ന കേരളത്തിലെ സമരം ഏതാണ്? മൊറാഴ സമരം. കണ്ണൂരാണ് കേട്ടോ. 40 മൊറാഴ സമരം. 40 KPR ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വധശിക്ഷയിൽ നിന്നും റദ്ദ് ചെയ്യുകയൊക്കെ ചെയ്തു. ആളുകളുടെ പേരുകൾ ഞാൻ പിന്നെ പറയാം. അപ്പൊ 40 മൊറാഴ സമരം. 41 ഉണ്ട് കയ്യൂർ സമരം, അതായത് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ കയ്യൂർ സമരം നടന്ന വർഷം എന്ന 41. ഈ 42 കീഴറിയൂർ ബോംബ് കേസ്, കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കീഴറിയൂർ ബോംബ് കേസ് ഏത് വർഷം? 42. 46 4 സമരം നടന്നിട്ടില്ലേ? 46 കേരളത്തിൽ 4 സമരം നടന്നിടെ. ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരം, തൃശ്ശൂർ കുട്ടംകുളം സമരം, കണ്ണൂർ കരിവള്ളൂർ സമരം, കാസർഗോഡ് തോൽവിറക് സമരം അല്ലേ. ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമരം, തൃശ്ശൂർ കുട്ടംകുളം സമരം, കണ്ണൂർ കരിവള്ളൂർ സമരം, കാസർഗോഡ് തോൽവിറക് സമരം നടന്ന വർഷം എന്നാണ് 1946. 47 പാലിയം സത്യാഗ്രഹം നടന്നത്. എറണാകുളം ജില്ലയിലെ C കേശവന്റെ നേതൃത്വത്തിൽ പാലിയം സത്യാഗ്രഹം 47 നടന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, മാഹി വിമോചന സേന 48 വരുന്നത്. മാഹി വിമോചന സേന എന്ന 48. എന്നാൽ തിരുക്കൊച്ചി സംയോജനം നടന്നത് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും കോട്ടയം ജില്ലയും ഒക്കെ നിലവിൽ വന്നത് 1949 ജൂലൈ 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ് 1949 ജൂലൈ 1. അതാണ് കേരള പ്രക്ഷോഭങ്ങളുടെ വർഷങ്ങൾ. അതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കണേ. കേരള പ്രക്ഷോഭ വർഷങ്ങൾ. കഴിഞ്ഞ ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേരെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചേ. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി ഹിന്ദു സ്വരാജ. 1919
1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ഇന്ത്യൻ ഒപ്പീനിയനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലല്ലേ? അത് ഏത് വർഷമായിരുന്നു? 1906. അപ്പോൾ ആദ്യ പത്രം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഒപ്പീനിയൻ 4ലും, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി സത്യാഗ്രഹം തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1906ലും, ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയായ ഹിന്ദു സ്വരാജ് ഏത് വർഷം? 1909ലുമാണ്. ഗാന്ധിജി 2 വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നിട്ടില്ലേ? ഒന്ന് നയീ തലീം വിദ്യാഭ്യാസ പദ്ധതി, രണ്ടാമത്തത് വാർധാ പദ്ധതി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ നയീ തലീമും, ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാ? വാർധാ പദ്ധതിയാ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തിന്റെ ഉദ്ഘാടനത്തിനാ? 16ലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. 17ലാണ് ചമ്പാരൻ, 18ലാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്കും കേദാ സത്യാഗ്രഹവും, 18ലാണ് 19ലാണ് റൗലറ്റ് സത്യാഗ്രഹം, 20ലാണ് നിസ്സഹകരണ സമരം, 22ലാണ് ചൗരി ചൗര സംഭവം എന്നാണ്. 22 സ്വരാജ് പാർട്ടി ഏത് വർഷം? സ്വരാജ് പാർട്ടി 23ലാണ്. സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ചതല്ലയുടെ സ്വരാജ് പാർട്ടി. അത് 23ലാണ്. 28ലല്ലയുടെ ബർദോളി സമരം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് സർദാർ പട്ടേൽ അല്ലേ? 29ലല്ലേ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു അല്ലേ? 30ലല്ലയുടെ ഉപ്പ് സത്യാഗ്രഹവും നിയമലംഘന പ്രസ്ഥാനവും. ഉപ്പ് സത്യാഗ്രഹം 30ലാണ്. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ സത്യാഗ്രഹമായ നിയമലംഘന സമരവും 30ലല്ലേ? 31ലല്ലയുടെ ഗാന്ധി ഇർവിൻ ഉടമ്പടി, 32ലല്ലേ പൂന ഉടമ്പടി. അപ്പൊ 31ൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി, 32ലാണ് പൂന ഉടമ്പടി. ആരൊക്കെയാണ് ഒപ്പുവെച്ചത് പൂന ഉടമ്പടിയിൽ? ഗാന്ധിജിയും ബി ആർ അംബേദ്കറും തമ്മിൽ ഉടമ്പടിയല്ലേ പൂന ഉടമ്പടിയിൽ. അത് ഈ ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവിയാണ് ഒപ്പുവെക്കുന്നത്. 32ലാണ്. അതുപോലെ 39ലാണ് മത്സരം നടക്കുന്നത്. INCയുടെ മത്സരം നടക്കുന്നത് ഏത് വർഷം? 39ൽ ത്രിപുരി സമ്മേളനം. പട്ടാഭി സീതാരാമയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലല്ലേ മത്സരം നടന്നത്? അതിൽ ആരാ വിജയിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ INCക്ക് ആദ്യമായി മത്സരിച്ച് ജയിച്ച ഒരു പ്രസിഡന്റ് ഉണ്ടായത് സുഭാഷ് ചന്ദ്രബോസ്. 39ലാണ്. 40ലാണ് ഗാന്ധിജി ആദ്യമായി വ്യക്തി സത്യാഗ്രഹം ഇരുത്തുന്നത്. 1940. 40 മുതൽ 46 വരെ തുടർച്ചയായി INCയുടെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 11 നമ്മൾ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്. അപ്പൊ നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ. ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി എന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയതുമാരാ? മൗലാന അബുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നതും മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ, അൽ ബലാക്ക് എന്നീ പത്രങ്ങൾ ആരുടെയാ? മൗലാന അബുൽ കലാം ആസാദിന്റെ. അൽ ഹിലാൽ, അൽ ബലാക്ക് എന്നീ പത്രങ്ങൾ അദ്ദേഹത്തിന്റെ. അപ്പൊ നവംബർ 11 വിദ്യാഭ്യാസ ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. പർവ്വത ദിനം എന്നു വെച്ചാൽ ഡിസംബർ 11. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. UN മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 UN മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 അതുകൊണ്ട് ആ ഡിസംബർ 10 എന്തായിട്ട് പ്രഖ്യാപിച്ചു? മനുഷ്യാവകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. ഡിസംബർ 1 എന്താണ്? എയ്ഡ്സ് ദിനം അല്ലേ? ഡിസംബർ 1 ഏതാ? എയ്ഡ്സ് ദിനം. ഡിസംബർ 2 അല്ലേ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം? ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനം. നാവികസേനാ ദിനം ഡിസംബർ 4. ഡിസംബർ 5 എന്താ? മണ്ണു ദിനം. ഡിസംബർ 5 ഏത് ദിനമാണ്? മണ്ണു ദിനമാണ് ഡിസംബർ 5. ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. BR അംബേദ്കറുടെ ചരമദിനത്തെയാണ് മഹാപരിനിർവാൺ ദിവസ് ആയിട്ട് പറയുന്നത്. അത് ഡിസംബർ 6. ഡിസംബർ 7 പതാക ദിനം. പതാക ദിനം എന്ന ഡിസംബർ 7. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. പതാകകളെ കുറിച്ചുള്ള പഠനം ഏതാ? വെക്സിലോളജി. ഇന്ത്യയിലെ പതാകയുടെ ശില്പി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യയുടെ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കുന്ന ഏക അംഗീകൃത സ്ഥാപനം ഉള്ളത് കർണാടകയിലെ ഹൂബള്ളിയിലാണ്. ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കുന്ന അംഗീകൃത സ്ഥാപനം എവിടെയാണ്? കർണാടകയിലെ ഹൂബള്ളി അഥവാ ഹൂബ്ലി എന്നൊക്കെ പറയാം. അവിടെയാണ് ദേശീയ പതാക. അപ്പൊ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യയാണ്. ഓക്കെ, റിവിഷൻ
ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി ഏതെന്ന് വെച്ചാൽ ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വെള്ളമുള്ള നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി, ഏറ്റവും വെള്ളമുള്ളതോ ആഴം കൂടിയ നദി എന്നൊക്കെ ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നറിയാമോ? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ യമുനയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. അപ്പോൾ ഗംഗയുടേത് യമുനയാണെങ്കിൽ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്നറിയാമോ? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി എന്ന് പറയുന്നു. അപ്പം ഇന്ത്യയിൽ ഏറ്റവും വെള്ളമുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ഗംഗോത്രിയിലെ ഗായ്മുഖിൽ നിന്നാണ് കേട്ടോ. ഹിമാലയത്തിലെ ഗംഗോത്രിയിലെ ഗായ്മുഖിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ നീളം 25 കിലോമീറ്റർ നീളമാണ് ഗംഗയുടെ നീളം. അതിൽ 2510 കിലോമീറ്റർ കേരളത്തിലൂടെ ഒഴുകുന്നത്. ഗംഗയാണല്ലോ നമ്മുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2008 നവംബർ 4 കൂടിയാണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിമാലയ നദികളിൽ ഒരു നദി മാത്രമേ ഉള്ളൂ അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കി എല്ലാവരും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഹിമാലയ നദികളിൽ നമ്മുടെ സിന്ധു നദി മാത്രം എങ്ങോട്ട് പോകുന്നു? സിന്ധു നദി മാത്രം ഒഴുകുന്നത് അറബിക്കടലിലോട്ടാണ്. ബാക്കി എല്ലാ നദികളും വരുന്ന എവിടാണ്? ഗംഗയും യമുനയായാലും ബ്രഹ്മപുത്രയായാലും ഇവരൊക്കെ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലോട്ടാണ്. അപ്പോൾ ഹിമാലയ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏക നദി ഏതാണ്? സിന്ധു നദി. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക പ്രദേശം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏക പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ലഡാക്കാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു. സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ആ സ്ഥലമാണ് ചില്ലാർ എന്നറിയപ്പെടുന്നത്. സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ്? ചില്ലാർ. അപ്പോൾ സിന്ധു നദി ഒഴുകുന്ന ഏക പ്രദേശം ഏതാണ്? ലഡാക്കിലെ ലേ പട്ടണമാണ്. ലഡാക്ക് പഠിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം അറിയാമോ? 36. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36 ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ആണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര എന്ന് വിളിക്കും. ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്ര. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. അപ്പോൾ ലക്ഷദ്വീപ് എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകൾ. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി നമ്മുടെ കൊച്ചി ഹൈക്കോടതിയാണ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി കൊച്ചി ഹൈക്കോടതി. ലക്ഷദ്വീപ് ഏത് കടലിലാ? അത് അറബിക്കടലില. ലക്ഷദ്വീപ് കിടക്കുന്നത് അറബിക്കടലില. പക്ഷേ ആൻഡമാൻ നിക്കോബാർ കിടക്കുന്നത് ബംഗാൾ ഉൾക്കടലില. അപ്പോൾ ലക്ഷദ്വീപ് കിടക്കുന്നത് അറബിക്കടലിലാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ കിടക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. മണ്ണുദിനം എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ 5 നിങ്ങൾ പറയേണ്ടത്. മണ്ണുദിനം എന്നാണ് ഡിസംബർ 5. മണ്ണ് വർഷം എന്നു ചോദിച്ചാൽ 2015. മണ്ണുദിനം ഡിസംബർ 5. മണ്ണ് വർഷം എന്നാണ് 2015. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന് വിളിക്കുന്നത്. പെഡോളജി എന്നറിയപ്പെടുന്നത് ഏതാണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്നറിയപ്പെടുന്നത്. പാറകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പെഡോളജി മണ്ണിനെയാണെങ്കിൽ പെട്രോളജി പാറകളെ കുറിച്ചുള്ള പഠനം. നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. പോട്ടമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. അപ്പൊ നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി, മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാ? ഇക്തിയോളജി. പഴങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പോമോളജി. പഴങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാ? പോമോളജിയാണ് പഴങ്ങളെ കുറിച്ചുള്ള പഠനം. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ലിംനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ലിംനോളജിയാണ് തട. അപ്പം മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി, പാറകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി, അതുപോലെ ലിംനോളജിയാണ് തടാകങ്ങളെ കുറിച്ചുള്ള പഠനം. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാ? കണ്ണിനെ കുറിച്ചുള്ളത് ഓഫ്താൽമോളജി. ചെവി ഓട്ടോളജി. ചെവി ഏതാ? ഓട്ടോളജി. മൂക്ക് റൈനോളജി. മൂക്ക് ഏതാ? റൈനോളജി. പല്ല് ഒഡന്റോളജി. പല്ല് ഒഡഞ്ച്. അപ്പൊ കണ്ണ് ഓഫ്താൽമോളജി, ചെവി ഓട്ടോളജി, മൂക്ക് റൈനോളജി, പല്ല് ഒഡന്റോളജി. തലയോടെന്താ? തലയോട് ക്രേനിയോളജി. ക്രാനിയോളജിയാണ് തലയോട്. തലച്ചോറെന്താ? ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഏതാ? ഫ്രിനോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാ? ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജിയാണ് കരളിനെ കുറിച്ചുള്ള പഠനം ഏതെന്ന്. വൃക്കയെ കുറിച്ചുള്ള പഠനമല്ലേ നെഫ്രോളജി. വൃക്കയെ കുറിച്ചുള്ള പഠനം ഏതാ? നെഫ്രോളജി. ഹൃദയമോ? കാർഡിയോളജി. അപ്പൊ ഹൃദയം കാർഡിയോളജി, വൃക്ക നെഫ്രോളജി, കരള് ഹെപ്പറ്റോളജി. അതുപോലെ പരീക്ഷ
പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്വാസകോശം, പൾമിനോളജി. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പൾമിനോളജിയാണ് ശ്വാസകോശത്തെക്കുറിച്ചുള്ള. രക്തത്തെക്കുറിച്ചുള്ള പഠനവും ചോദിക്കും ഇവിടെ. ഹീമറ്റോളജി. ഹേമറ്റോളജി അഥവാ ഹീമറ്റോളജിയാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജിയാ. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഡെർമറ്റോളജിയാണ്. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാനാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ അല്ലാതെ പഠിക്കത്തില്ലേ? ചുണ്ണാമ്പ് വെള്ളം ഏതെന്ന് ചോദിച്ചിട്ടുള്ളേ. ചുണ്ണാമ്പ് കല്ലും ചുണ്ണാമ്പ് വെള്ളവും തിരിഞ്ഞു പോരുത്. ചുണ്ണാമ്പ് കല്ല് ചോദിച്ചാൽ കാൽസ്യം കാർബണേറ്റ് പറയണം. ചുണ്ണാമ്പ് കല്ല് ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് വെള്ളം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത്. നമുക്കൊരു കാൽസ്യം സൾഫേറ്റ് ഉണ്ടല്ലോ. എന്താ കാൽസ്യം സൾഫേറ്റ്? ജിപ്സം അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പൊ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജിപ്സം ഏതാണ്? ജിപ്സം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം നമുക്ക് പറയേണ്ടത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അതുപോലെ ഈ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ്. 6നും 7.5ക്കും മധ്യയാണ്. 7.5ക്കും മധ്യയാണ് കൃഷിക്ക് അനുയോജ്യമായ pH മൂല്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് എക്കൽ മണ്ണാണ്. നെല്ല് കൃഷിക്കും ഗോതമ്പ് കൃഷിക്കും ഒക്കെ അനുയോജ്യമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്കും മരച്ചീനി കൃഷിക്കും ഒക്കെ അനുയോജ്യമായത് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഈ എക്കൽ മണ്ണ് തന്നെ രണ്ടായിട്ടുണ്ട്. കാദറും ഉണ്ട് ബങ്കറും ഉണ്ട്. എക്കൽ മണ്ണിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കാദറും ഉണ്ട്, അതായത് പുതിയതായിട്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കാദർ മണ്ണും. പഴയ ഫലപുഷ്ടി കുറഞ്ഞ എക്കൽ മണ്ണിനെ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്നും വിളിക്കുന്നു. അപ്പം എക്കൽ മണ്ണിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഖാദറെന്നും ബങ്കറെന്നും. പുതിയ അവസാദ നിക്ഷേപം ഖാദറിലും പഴയ ഫലഭൂഷ്ഠിത കുറഞ്ഞ എക്കൽ മണ്ണ് ഏതാ? ബങ്കറുമാണ്. നമ്മുടെ കാരിഫ് റാബി വിളകളുണ്ടല്ലോ. കാരിഫ് റാബി ജൂണിലല്ലേ കാരിഫ് വരുന്നത്. ഈ കാരിഫ് റാബി വിളകൾ വരുന്നത് അവയ്ക്ക് ആവശ്യമായ എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണ് ഖാദർ മണ്ണാണ്. കാരിഫ് റാബി വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എക്കൽ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ മണ്ണായ ഖാദർ മണ്ണിനെയാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇങ്ങനെ 3 സംഘടനകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഉണ്ട്. ആരൊക്കെയാണെന്ന് നോക്കേ. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആദ്യം വരുന്നത് 1851 രവീന്ദ്രനാഥ ടാഗോറോടാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ ദേവേന്ദ്രനാഥ ടാഗോറും കൂടെ ചേർന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ കൊണ്ടുവരുന്നത് 1866 ദാദാഭായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ കൊണ്ടുവരുന്നത് 1866 ദാദാഭായ് നവറോജി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് 1876 സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ അസോസിയേഷൻ രവീന്ദ്രനാഥ ടാഗോറും ദേവേന്ദ്രനാഥ ടാഗോറും സപ്പോർട്ടായി 1851, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജി, ഇന്ത്യൻ അസോസിയേഷൻ 1876 സുരേന്ദ്രനാഥ ബാനർജിയാണ്. അല്ലേ? ഒരു നമ്മുടെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര പേര് നാമനിർദ്ദേശം ചെയ്യാം? പൊതുവെ കലാ, സാഹിത്യം, ശാസ്ത്രം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്ക് മൊത്തം 12 പേര് നാമനിർദ്ദേശം ചെയ്യാം. അല്ലേ? അങ്ങനെ ആദ്യമായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ആദ്യമായി നാമനിർദ്ദേശം ചെയ്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരെയാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് രാജ്യസഭയിലേക്ക് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത വ്യക്തി. ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ രുക്മിണി ദേവി അരുണ്ടേലാണ്. അപ്പം രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ വനിത ആരാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ആദ്യത്തെ വ്യക്തി ആരാ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. രുക്മിണി ദേവി അരുണ്ടേലിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെ? ഈ തമിഴ്നാട്ടിലെ അടയാറിൽ കലാക്ഷേത്രം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അടയാറിൽ കലാക്ഷേത്രം സ്ഥാപിച്ചതാരാ? രുക്മിണി ദേവി അരുണ്ടേലാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യം മലയാളി ചോദിച്ചാൽ സർദാർ KM പണിക്കരാ പറയണ്ടേ. ആദ്യ മലയാളി ആരാണ്? സർദാർ KM പണിക്കർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ നയതന്ത്രജ്ഞനായിട്ട് 1959 ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു.
1959. ആരെയാ? സർദാർ KM പണിക്കർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പേര്. സർദാർ KM പണിക്കരെ എവിടെയാണ് കേട്ടിട്ടുള്ളത് നിങ്ങൾ? അതായത് നമ്മുടെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചു. 1805 സമയത്ത് അദ്ദേഹം കൊല്ലപ്പെടുകയല്ലേ. അതുപോലെ ഈ പഴശ്ശിരാജയെ നമ്മൾ കേരള സിംഹം എന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയിലാണ് വിളിക്കുന്നത്. കേരള സിംഹം എന്ന് പറയുന്ന കൃതിയിൽ 1805 കൊല്ലപ്പെടുന്ന പഴശ്ശിരാജയെ കുറിച്ചുള്ള ഒരു കൃതി എഴുതി കേരള സിംഹം. അതിലാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത്. നമ്മുടെ രാജ്യസഭയിലേക്ക് മലയാളികൾ എത്ര പേര് പോയെന്ന് നോക്കെ. സർദാർ KM പണിക്കർ ആദ്യം കൊണ്ടുപോയി, പിന്നെ ഡോക്ടർ G രാമചന്ദ്രൻ, പിന്നെ നമ്മളെ കവിയായ G ശങ്കരക്കുറുപ്പ്, പിന്നെ കാർട്ടൂണിസ്റ്റായ അബു എബ്രഹാം, പിന്നെ കസ്തൂരി രംഗൻ, ബഹിരാകാശ ശാസ്ത്രജ്ഞനായ കസ്തൂരി രംഗൻ, പിന്നെ സിനിമാ നടനായ സുരേഷ് ഗോപി, പിന്നെ കായികവുമായി ബന്ധപ്പെട്ട് ഇപ്പം PT ഉഷയാണ്. അപ്പോൾ രാജ്യസഭയിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട്? സർദാർ KM പണിക്കർ, G രാമചന്ദ്രൻ, G ശങ്കരക്കുറുപ്പ്, അബു എബ്രഹാം, കസ്തൂരി രംഗൻ, സുരേഷ് ഗോപി, PT ഉഷ. ഇത് ഇത്രയും ചിലപ്പോൾ ഓപ്ഷനിൽ കാണും. അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. കേരളത്തിൽ ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാത്ത വ്യക്തികൾ ഏത്? അതുകൊണ്ടൊന്ന് പഠിച്ചേക്കണേ. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ നിന്ന് 9 സീറ്റേ ഉള്ളൂ. രാജ്യസഭയിലേക്ക് എത്ര പേർക്കേ ഉള്ളൂ? 9 സീറ്റ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റ് ഉള്ളത് ഉത്തർപ്രദേശാണ്. കാരണം എന്താ? ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യസഭാ സീറ്റുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജനസംഖ്യ കുറവ് സിക്കിമിനാണ്. ജനസംഖ്യ കുറവ് എവിടെയാണ്? സിക്കിമിനാണ്. ജനസാന്ദ്രത കൂടുതൽ ആർക്കാ? ജനസാന്ദ്രത കൂടുതൽ ബീഹാറിനാണ്. ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശിനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ അവിടെ വെച്ച് ഉത്തർപ്രദേശിന് നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുണ്ട്. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റും ഉള്ളത് എവർക്കാ? ഉത്തർപ്രദേശുകാർക്കാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റും ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണെങ്കിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും ലോകസഭാ സീറ്റും നിയമസഭാ സീറ്റും ഏറ്റവും കൂടുതൽ ആർക്കാ? ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും കരിമ്പും പഞ്ചസാര ഏറ്റവും കൂടുതൽ ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, ബാർലി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, ബാർലി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട മഹാരാഷ്ട്ര. ആദ്യത്തെ ആൾ ഉത്തർപ്രദേശ് ആണെങ്കിൽ 2ാം സ്ഥാനത്ത് ആരാണ്? 2ാം സ്ഥാനത്ത് ആരെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പൊ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്ര. അവിടെ ഈ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഗുഹകൾ ഒരു LGS പരീക്ഷയ്ക്ക് ചോദിച്ചു. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. എവിടെ? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ജാതക കഥകളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗുഹയിലെ ചിത്രങ്ങൾ പറയാറുണ്ട്. അതായത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ജാതക കഥകളാണ് ഇതിൽ പറയുന്നത്. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. പലരും കേരള എഴുതി വെച്ചുകളയും. ഇല്ല, കശുവണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെ? അത് മഹാരാഷ്ട്രയിലാണ് കശുവണ്ടി ഏറ്റവും കൂടുതൽ. പരുത്തിത്തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. പരുത്തിയല്ല, പരുത്തിത്തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെ? മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തെ പരുത്തി തുറമുഖം എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്? ഇന്ത്യയിലെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തെയല്ലേ നമ്മൾ 7 ദ്വീപുകളുടെ നഗരം എന്ന് വിളിക്കുന്നത്? 7 ദ്വീപുകളുടെ നഗരം എന്ന് വിളിക്കുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നൊരു അപരനാമം മുംബൈക്കുണ്ട്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നും 7 ദ്വീപുകളുടെ നഗരം എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇല്ലേ നമുക്ക് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യ ഗേറ്റും ഉണ്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ ഗേറ്റ് എവിടാ? ന്യൂഡൽഹിയിൽ. പക്ഷേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അത് മുംബൈയിലാണ്. ആദ്യത്തെ ട്രെയിൻ സർവീസ് തുടങ്ങിയത് മുംബൈയിലാണ് 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 13 മുംബൈയിലെ താന മുതൽ, താനയിലായിരുന്നു, മുംബൈയിലെ താന വരെയായിരുന്നു ആദ്യത്തെ ട്രെയിൻ സർവീസ്. മുംബൈ മുതൽ താന വരെ. ഏത് വർഷമാണ്? 1853 ഏപ്രിൽ 16. ഡൽഹൌസി പ്രഭു അലിയുടെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ആദ്യത്തെ ട്രെയിനിന്റെ പേര് എന്തായിരുന്നു? ഇന്ത്യയിൽ ഓടിയ ആദ്യത്തെ ട്രെയിനിന്റെ പേര് ഫെയറി ക്യൂൻ എന്നായിരുന്നു. ഇന്ത്യയിൽ ഓടിയ ആദ്യ ട്രെയിൻ
ട്രെയിനിന്റെ പേര് ഫെയറേക്യൂൻ ആണ്. ആദ്യ ട്രെയിൻ സർവീസ് 1853 ഏപ്രിൽ 16. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയ വർഷം 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത്, 1861. അത് 1853 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ന്യൂഡൽഹിയിലാണ്. പിന്നെ ഈ നമ്മുടെ മുംബൈയിലല്ലേ പല ബാങ്കിന്റെ ആസ്ഥാനം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം, നബാർഡിന്റെ ആസ്ഥാനം, സെബിയില്ലേ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബിയുടെ ആസ്ഥാനം എവിടെ? റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും സെബിയുടെയും SBIയുടെ ഒക്കെ ആസ്ഥാനം എവിടെ? SBIയുടെ ഒക്കെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ റിസർവ് നമ്മുടെ മുംബൈയാണ് പറയേണ്ടത്. എന്നാ റിസർവ് ബാങ്ക് വന്നത്? 1935 ഏപ്രിൽ 1. നബാർഡ് വന്നതെന്നാ 1982 ജൂലൈ 12. അപ്പൊ റിസർവ് ബാങ്ക് വന്നത് 35 ഏപ്രിൽ 1 നബാർഡ് വന്നതെന്നാണ് 82 ജൂലൈ 12. നബാർഡ് രൂപീകരണ കമ്മീഷൻ ഏതാ? ശിവരാമൻ കമ്മീഷൻ. ശിവരാമൻ കമ്മീഷൻ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാ? നബാർഡ്. നബാർഡ് രൂപീകരണ കമ്മീഷൻ ഏതാ? ശിവരാമൻ കമ്മീഷൻ. റിസർവ് ബാങ്ക് രൂപീകരണ കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ എങ്ങ കമ്മീഷൻ. അപ്പൊ റിസർവ് ബാങ്ക് രൂപീകരണ കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ എങ്ങ കമ്മീഷൻ അല്ലേ? അപ്പൊ സെബി LICയുടെ ആസ്ഥാനം മുംബൈയാണ് കേട്ടോ. 1956 വന്ന LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. LICയുടെ ആസ്ഥാനം മുംബൈയാണ്. അതുപോലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം മുംബൈയിലാണ്. മലബാർ ഹിൽസ് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 വന്ന മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എവിടെ വെച്ചാൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചില്ലേ? 1885 ഡിസംബർ 28 ആദ്യമായി INC രൂപീകരിച്ചത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച്. A.O. ഹ്യൂം അല്ലേ സ്ഥാപകന്റെ പേരെന്താ? A.O. ഹ്യൂം. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന മുംബൈയിലല്ലേ? മുംബൈയിലെ ഗോവാലി ടാങ്ക് മൈതാനം. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് മുംബൈയിലെ ഗോവാലി ടാങ്ക് മൈതാനത്തിലായിരുന്നു. 46 നാവിക കലാപം നടന്നത് മുംബൈയിലാണ്. നാവിക കലാപം നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 46 അതും മുംബൈയിലായിരുന്നു. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖവും മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിളിക്കുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈയാണ്. ബോംബെ എന്ന പേരായിരുന്നു പണ്ട്. ഇപ്പൊ അത് മുംബൈ ആക്കി മാറ്റിയത് 95 മുതലാണ്. 1995 മുതലാണ് ബോംബെ എന്താക്കി മാറ്റിയത്? മുംബൈ എന്നാക്കി മാറ്റിയത്. മുംബൈയിലെ സിനിമാ വ്യവസായം ബോളിവുഡ് എന്നാണ് വിളിക്കുന്നത്. മോളിവുഡ് അല്ല, ബോളിവുഡാണ് നമ്മുടെ മുംബൈയിലെ സിനിമാ വ്യവസായം അറിയപ്പെടുന്നത്. പണ്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച നഗരം ഏത് എന്നൊരു ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരിൽ നിന്നും സ്ത്രീധനമായി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച നഗരം ഏത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഏതാ? മുംബൈയാണ് പറയേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല വന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല വന്നത് പൂനെയിലാണ്. വനിതാ സർവകലാശാലയുടെ പേര് നീതിഫായി താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ്. നീതിഫായി അല്ലെങ്കിൽ നാദിഫായി ദാമോദർ താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. പൂന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൂന എന്തൊക്കെ ചോദ്യങ്ങൾ വരും? പൂന നമ്മുടെ കൊറോണ കാലത്ത് ഒരു 2 വാക്സിൻ്റെ 2 കേന്ദ്രങ്ങൾ വന്ന ഓർമ്മയുണ്ടോ? സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെയാണ്. ഭാരത് ബയോടെക് ഹൈദരാബാദിലാണ്. അപ്പോൾ കൊറോണ കാലത്ത് രൂപീകരിച്ച 2 വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും 2 ഭാരത് ബയോടെക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെയും ഭാരത് ബയോടെക് എവിടെയാണ്? ഹൈദരാബാദ്. പിന്നെയുണ്ട് പൂനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് പഠിച്ചിട്ടില്ലേ? കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരമല്ലേ അഗാഖാൻ കൊട്ടാരം. അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാൽ പൂനെയാണ്. ഡെക്കാണിൻ്റെ രാജ്ഞി എന്നൊരു അപരനാമം, ഡെക്കാണിൻ്റെ രത്നം, ഡെക്കാണിൻ്റെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്നത് പൂനെ. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ്. അതുപോലെ ഒരു പ്രശസ്ത ജയിലുണ്ട്, ഏർവാഡ ജയിൽ. പരീക്ഷയ്ക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏർവാഡ ജയിൽ ഗാന്ധിജിയൊക്കെ പലതവണ കിടന്നിട്ടുള്ളതാണ്. ഏർവാഡ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാലും നിങ്ങൾ എവിടെ? പൂനെയിലാണ്. അതുപോലെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? പൂനെ. ഇതൊക്കെ LGS എപ്പോഴും ചോദിക്കുന്നതാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. അതുപോലെ INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം
പ്ലേഗ് കാരണമല്ലേ മാറ്റി മുംബൈയിലോട്ടാക്കിയ INC രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയിലാണ്. പ്ലേഗ് കാരണം ഇത് മാറ്റിവെക്കുകയാണ്, മുംബൈയിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ എന്നാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്? മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21. അതുകൊണ്ട് ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനം എന്ന് വിളിക്കും. ജൂലൈ 21 ചാന്ദ്രദിനം. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം എന്നാണ് 1969 ജൂലൈ 1. 69 ഒത്തിരി PSC ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? അതായത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി ISRO നിലവിൽ വന്ന വർഷം. ISRO ബാംഗ്ലൂര് അന്തരീക്ഷ ഭവൻ ഓഗസ്റ്റ് 15 1969 ഓഗസ്റ്റ് 15 ബാംഗ്ലൂർ അന്തരീക്ഷ ഭവനിൽ ISRO വരുന്നത്. ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ചത് 69 KSFE നമ്മുടെ ധനകാര്യ സ്ഥാപനം തൃശ്ശൂർ ആസ്ഥാനമാക്കിക്കൊണ്ട്, തൃശ്ശൂർ ഭദ്രതാ ഭവൻ ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള സ്ഥാപനം ഏതാണ്? KSFE വന്നതും 69. അപ്പം മനുഷ്യൻ ചന്ദ്രന് കാലുകുത്തിയത് 69, ISRO വന്നത് 69, ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 69, KSFE വന്നത് 69. ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഫാൽക്കെ പുരസ്കാരം. 69 ആദ്യമായി ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്. ഫാൽക്കെ അവാർഡ് ആദ്യമായി ലഭിച്ച വനിത ദേവിക റാണി റൂറിച്ചിനാണ്. ദേവിക റാണി റൂറിച്ചിനാണ് ആദ്യമായി ലഭിച്ചത്. 2 മലയാളികൾക്ക് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. 2004 അടൂർ ഗോപാലകൃഷ്ണനും 2023 മോഹൻലാലിനുമാണ്. അപ്പോൾ ഫാൽക്കെ അവാർഡിൽ ലഭിച്ച 2 മലയാളികൾ ആരൊക്കെയാണ്? 2004 അടൂർ ഗോപാലകൃഷ്ണനും 2023 മോഹൻലാലിനുമാണ്. എന്നാണ് ഫാൽക്കെ അവാർഡ് 69. ബുക്കർ സമ്മാനം ഇംഗ്ലീഷ് കൃതികൾക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് ബുക്കർ സമ്മാനം. ഇത് ഏർപ്പെടുത്തിയതും 69. എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയതും 69. എക്കണോമിക്സിന് നമ്മുടെ നോബൽ സമ്മാനം 6 വിഷയങ്ങൾക്കല്ലേ കൊടുക്കുന്നത്. ആദ്യം 5 എണ്ണേ ഉള്ളായിരുന്നു, പിന്നെ 6ാമതായിട്ട് ഉൾപ്പെടുത്തിയതാണ് ഈ എക്കണോമിക്സ്. അങ്ങനെ എക്കണോമിക്സിന് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം 69. അതുപോലെ NSS രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. NSS ഗാന്ധിജിയുടെ മരണത്തിൻ്റെ 100ാം വാർഷിക. ഗാന്ധിജി ജനിച്ച 1869, അതുപോലെ 1969 ജന്മദിനത്തുമായി ബന്ധപ്പെട്ട് 100ാം വാർഷികത്തിൽ വന്നതല്ലേ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉള്ള NSS സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 69. അതുപോലെ ഓടക്കുഴൽ അവാർഡ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓടക്കുഴൽ അവാർഡ് G ശങ്കരക്കുറുപ്പുമായി ബന്ധപ്പെട്ട ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷവും 1969. മലയാള ചലച്ചിത്ര അവാർഡുകൾ, മലയാള സിനിമയുടെ ചലച്ചിത്ര അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത് 69. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ വന്നതും 69. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയം. ഇത് വന്നതും 69. അതുപോലെ മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാട് എന്ന പേരാക്കി മാറ്റിയതും 69. മദ്രാസ് സംസ്ഥാനത്തിന് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന തമിഴ്നാട് എന്ന പേര് വന്നതും 69. മലപ്പുറം ജില്ല രൂപീകരിച്ചത് 69 മലപ്പുറം ജില്ല രൂപീകരിച്ചതും 69 ആണ്. ഇത്രയാണ് 69 ഒത്തിരി നല്ല ചോദ്യങ്ങൾ ഉള്ളത്. ഈ ശ്രീനാരായണ ഗുരുവാണ് ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ വന്ന ആദ്യത്തെ വ്യക്തി. ജീവിച്ചിരിക്കെ തന്നെ ഒരു വ്യക്തിയിൽ പ്രതിമ വരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ. അത് എവിടാന്ന് ചോദിച്ചാൽ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ വരുന്നത്. ജീവിച്ചിരിക്കെ തന്നെ ആദ്യമായി പ്രതിമ വരുന്നത് തലശ്ശേരി. തലശ്ശേരി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കേൾക്കുന്നത്? കേരളത്തിൽ ആദ്യത്തെ സർക്കസ് ആരംഭിച്ചത് എവിടെ? തലശ്ശേരിയിൽ. കേരളത്തിൽ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് എവിടെ? തലശ്ശേരിയിൽ. കേരളത്തിൽ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ആരംഭിച്ചത് എവിടെ? തലശ്ശേരിയിൽ അല്ലേ? ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് 3 സീകളുടെ നഗരമല്ലേ തലശ്ശേരി? നമ്മൾ പഠിക്കാറില്ലേ? മലയാളത്തിൽ ആദ്യത്തെ പത്രം വന്നത് തലശ്ശേരിയിലല്ലേ? ഇവിടെ മലയാളത്തിൽ ആദ്യത്തെ പത്രത്തിന്റെ പേരേതാ? ആദ്യത്തെയും രണ്ടാമത്തെയും തലശ്ശേരിയിലാണ്. ഏതാ? ആദ്യ പത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. 1847 ജൂണിലെ രാജ്യസമാചാരവും 1847 ഒക്ടോബറിൽ പശ്ചിമോദയം. 2 സ്ഥാപിച്ചത് ഒരാളാണ്, ഹെർമൻ ഗുണ്ടർട്ട്, തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നും. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസമാചാരവും പശ്ചിമോദയവും. 1847 ജൂണിൽ രാജ്യസമാചാരം, 1847 ഒക്ടോബറിൽ ഏതാ? പശ്ചിമോദയം. ആരാ സ്ഥാപിച്ചത്? ഹെർമൻ ഗുണ്ടർട്ട്. എന്ത് പ്രകാരം അദ്ദേഹം തലശ്ശേരിയിലെത്തിയത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രകാരം. കേരളത്തിൽ വന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലൂടെയാണ് അദ്ദേഹം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ എത്തുന്നത്. അങ്ങനെ 1847 എന്ത് വരുന്നുണ്ട്? 1847 രാജ്യസമാചാരവും പശ്ചിമോദയവും സ്ഥാപിക്കുന്നുണ്ട്. ഓർത്തു വെച്ചിരിക്കണേ. കേരളത്തിലെ പാരീസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ തലശ്ശേരിയാണ്. പഴശ്ശി സ്മാരകങ്ങൾക്ക് വേദിയായ പുരളിമല എന്ന് കേട്ടിട്ടുണ്ടോ? പഴശ്ശിയുടെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ലേ? പഴശ്ശിയുടെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ പുരളിമലയാണ്. ഈ പുരളിമല നമ്മുടെ കണ്ണൂർ തലശ്ശേരിയാണ്. അപ്പോൾ പഴശ്ശിയുടെ കേന്ദ്രം ഏതാണ്?
കണ്ണൂര് പുരളിമല ഇതൊക്കെ അത് നമ്മുടെ കണ്ണൂര് തലശ്ശേരിയിലാണ്. പഴശ്ശിയുടെ യഥാർത്ഥ നാമം എന്താ? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം ചോദിച്ചാൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ, പുരളീശമൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാ? കെട്ടിയോട്ട് രാജ, പുരളീശമൻ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയുടെ. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതല്ലേ ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793-97, രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805. 1793-97 ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയായിരുന്നു. 1800-1805 രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കലാണ്. ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചതല്ലേ തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തുവിന്റെ സ്മാരകം വയനാട്ടിലെ പനമരമാണ്. തലക്കൽ ചന്തു സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ വയനാട് പനമരമാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പുരളിമല എവിടെയാണ്? പുരളിമല എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് കണ്ണൂരാണ് പറയേണ്ടത്. കേരളത്തിലെ ആദ്യ നിയമസഭയിൽ എതിരില്ലാതെ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുണ്ട്, ഉമേഷ് റാവു. കാസർഗോഡ് നിന്ന് നീലേശ്വരം ഉമേഷ് റാവു ആണ് എതിരില്ലാതെ തെരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച ആദ്യത്തെ വ്യക്തി VR കൃഷ്ണയ്യറാണ്. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ആദ്യമായി ലഭിച്ചത് VR കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത മന്ത്രി, നിയമമന്ത്രി എന്നൊക്കെ ചോദിക്കാറില്ലേ? കേരളത്തിലെ ആദ്യ വൈദ്യുത മന്ത്രി, നിയമമന്ത്രി ഒക്കെ ആരാണ്? VR കൃഷ്ണയ്യറാണ്. ഓർത്തു വെച്ചിരിക്കുക. കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് റോസമ്മ പുന്നൂസ് ആണ്. ആദ്യത്തെ പ്രോട്ടൈൻ സ്പീക്കർ എന്നൊക്കെ കേട്ടില്ലേ? കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാ? റോസമ്മ പുന്നൂസ് ആണ്. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട്, PT ചാക്കോ. ആദ്യത്തെ നിയമസഭയിൽ EMS മന്ത്രിസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാ? PT ചാക്കോ. ആദ്യ കേരള നിയമസഭയിലെ 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യ നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. അതിലെ വനിതാ മന്ത്രിമാർ ഒരാളേ ഉള്ളൂ. അപ്പം വനിതകൾ എത്ര പേരുണ്ടായിരുന്നത്? 6 പേരാണ് വനിതകൾ. അതിൽ എത്ര വനിതാ മന്ത്രി? ഒരാൾ. അതാരാ? KR ഗൗരിയമ്മ. ചേർത്തലക്കാരിയായ KR ഗൗരിയമ്മയാണ് ആദ്യത്തെ വനിതാ മന്ത്രി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ആരാ? R ശങ്കരനാരായണൻ തമ്പി. ചോദിക്കാമേ, കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറിന്റെ പേരെന്താണ്? R ശങ്കരനാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പേരെന്താ? അത് KO ഐഷാബായി. അപ്പൊ പ്രോട്ടൈൻ സ്പീക്കർ ആദ്യത്തത് റോസമ്മ പുന്നൂസ്. ആദ്യ സ്പീക്കർ ചോദിച്ച ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചോദിച്ച KO ഐഷാബായി ആണ് നമ്മൾ പറയേണ്ടത്. ആദ്യ നിയമസഭയിൽ 126 പേരാണ് ഉണ്ടായിരുന്നത്. 126 പേരിൽ 11 മന്ത്രിമാർ, അതിൽ ഒരു വനിതാ മന്ത്രി. 126 പേരിൽ 11 മന്ത്രിമാർ, അതിൽ ഒരു വനിതാ മന്ത്രി. ആദ്യ കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മൊത്തം 127 പറയണം. 126 തെരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുമായി 127 ആണ് ആദ്യ നിയമസഭയിലെ അംഗങ്ങൾ. ആദ്യ നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ എത്ര പറയാവൂ? 126 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പറയാവൂ. ഒരാള് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണല്ലോ. അപ്പൊ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേര് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് എന്നാണ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ പേര് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ മന്ത്രിസഭ വന്നത് 57 ഏപ്രിൽ 5 കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത് എന്നാണ്? 57 ഏപ്രിൽ 5 കൂടിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 36 നവംബർ 12-നാണ്. ചിത്തിര തിരുനാളാണല്ലോ പ്രഖ്യാപിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ആരാ? ചിത്തിര തിരുനാൾ. ആരാ എഴുതിയത്? ഉള്ളൂർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയത് ആരാ? ഉള്ളൂരാണ്. ഈ ചിത്തിര തിരുനാളുമായി ബന്ധപ്പെട്ട ഒത്തിരി നല്ല ചോദ്യങ്ങളുണ്ട്. തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ചിത്തിര തിരുനാളാണ്. അതുപോലെ നമ്മുടെ ഏഷ്യയിൽ തന്നെ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിയത് ചിത്തിര തിരുനാളാണ്. വധശിക്ഷ നിർത്തലാക്കിയത്. അതുപോലെ നമ്മുടെ തിരുവിതാംകൂർ സർവകലാശാല 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ എന്ന് ചോദിച്ചാലും ചിത്തിര തിരുനാളാണ്. പോപ്പിനെ സന്ദർശിച്ച വത്തിക്കാനിൽ പോപ്പിനെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യത്തെ രാജാവ് ചിത്തിര തിരുനാളാണ്. വിധവ പുനർവിവാഹം നടപ്പിലാക്കിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്. വിധവ പുനർവിവാഹം നടപ്പിലാക്കിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ. 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനെ കൊണ്ടുവരുന്നതും ചിത്തിര തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാളാണ്. 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുന്നതും ചിത്തിര തിരുനാളിന്റെ കാലത്ത്. 1940 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുന്ന സമയത്തും ചിത്തിര തിരുനാൾ. കേരളത്തിലെ
ആദ്യത്തതും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കൊണ്ടുവരുന്നതും ചിത്തിര തിരുനാളിന്റെ കാലത്ത് 1934 നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേര്. അതാണ് ഇന്ന് കാണുന്ന പെരിയാർ വന്യജീവി സങ്കേതമായത്. അപ്പോൾ 1934 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം കൊണ്ടുവരുന്നത് ആരാ? ചിത്തിര തിരുനാളിന്റെ കാലത്ത്. കുണ്ടറ കളിമൺ ഫാക്ടറി കൊണ്ടുവരുന്നത് ചിത്തിര തിരുനാളാണ്. പുനലൂർ ഫ്ലൈവുഡ് ഫാക്ടറി കൊണ്ടുവരുന്നത് ചിത്തിര തിരുനാളാണ്. ആലുവയിൽ FACT ഫാക്ട് സ്ഥാപിച്ചത് ചിത്തിര തിരുനാളാണ്. സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ രാജാവ് ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ആദ്യത്തെ രാജാവ് ചോദിച്ചാലും ചിത്തിര തിരുനാൾ. പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ആദ്യ രാജാവ് ചോദിച്ചാലും ചിത്തിര തിരുനാൾ. നല്ല പോയിന്റുകളാണ് ചിത്തിര തിരുനാളുമായി ബന്ധപ്പെട്ടത്. അതങ്ങ് പഠിച്ചു വച്ചിരിക്കണേ. ഈ ഗാന്ധിജിയെ കുറിച്ച് ജീവചരിത്രം എഴുതിയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് ജീവചരിത്രം എഴുതിയ ആദ്യ മലയാളി നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്നാണ് അദ്ദേഹത്തെ അപരനാമം. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ അപരനാമം കേരളൻ എന്നാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന തിരുവിതാംകൂർ രാജാവുണ്ട്, അത് മാർത്താണ്ഡവർമ്മയാണ്. പക്ഷേ ഇദ്ദേഹത്തെയാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത്. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ തലസ്ഥാനമെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി ആര്? നമ്മുടെ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമെന്ന് ആദ്യമായി പറഞ്ഞതും ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അതുപോലെ ഈ കാറൽ മാക്സിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ മലയാളി. അപ്പൊ ഗാന്ധിജിയുടെ ജീവചരിത്രവും കാറൽ മാക്സിന്റെ ജീവചരിത്രവും എഴുതിയ ആദ്യ മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26 മദ്രാസിലെ തിരുനെൽവേലിക്കടുത്തുള്ള അരുവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ. തിരുനെൽവേലിക്കടുത്തുള്ള അരുവായ്മൊഴി എന്ന സ്ഥലത്തേക്കാണ് ഇദ്ദേഹത്തെ നാടുകടത്തുന്നത്. സ്വദേശാഭിമാനിയെ നാടുകടത്തിയ അന്നത്തെ ദിവാന്റെ പേര് ചോദിക്കും. ദിവാൻ P. രാജഗോപാലാചാരി. C അല്ല, P. രാജഗോപാലാചാരിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്തെ P. രാജഗോപാലാചാരിയാണ് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്ററും അല്ല, രണ്ടാമത്തെ എഡിറ്ററാ. 1905 ഈ പത്രം വരുന്നത്. വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം കൊണ്ടുവരുന്നത്. ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ P. ഗോവിന്ദപിള്ളയും രണ്ടാമത്തെ എഡിറ്ററാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ച വ്യക്തിയും ഇദ്ദേഹം. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് ആരാണ്? ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി ഈ 1932 കോഴഞ്ചേരി പ്രസംഗം 32 ഒരു നിവർത്തന പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഈ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. അപ്പൊ നമ്മുടെ മുസ്ലിം സമുദായ സംവരണം ഏർപ്പെടുത്തിയ പ്രക്ഷോഭമല്ലേ നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രശസ്തമായ പ്രസംഗം തയ്യാറാക്കിയത്, കോഴഞ്ചേരി പ്രസംഗം തയ്യാറാക്കിയത് C. കേശവനാണ്. അതുപോലെ പ്രശസ്തമായ ഒരു കാറൽ മാക്സ് പ്രസംഗം നടത്തിയതും C. കേശവനാണ് കേട്ടോ. കാറൽ മാക്സ് പ്രസംഗവും അതുപോലെ ചേർത്തല പ്രസംഗം ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ C. കേശവന്റെ പറയേണ്ടത്. കൊല്ലം ജില്ലയിലെ മയ്യനാടുകാരനാണ് C. കേശവൻ. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊരു അപരനാമമുണ്ട്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് C. കേശവനെയാണ്. 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവും 1947 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവും ആരാണ്? C. കേശവനാണ്. അപ്പൊ 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെയും 47 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? C. കേശവനാണ്. 1947 മറ്റൊരു പ്രസംഗം ഉണ്ടാവും, മുതുകുളം പ്രസംഗം. അത് നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം NSS സ്ഥാപിച്ചത് 1914 NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഭാരത കേസരി എന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ മദൻ മോഹൻ മാളവിയും മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി കേരളത്തിന്റെ മദൻ മോഹൻ മാളവിയ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ അല്ല, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. ഓക്സ്ഫോർഡ്
സർവകലാശാലയിൽ പോയി മലയാളത്തിൽ പ്രസംഗിച്ചത് ആര് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരെയാ? മന്നത്ത് പത്മനാഭനെയാണ്. മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ഏത് വർഷമാണ് NSS? 1914. എവിടെ ആസ്ഥാനം? ചങ്ങനാശ്ശേരിയിലെ പെരുൻ. അദ്ദേഹത്തിൻ്റെ ജന്മനാടും അവിടെ തന്നെയാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പലതും ഞാൻ റിവിഷൻ നടത്തിയതാ. ഇതൊക്കെ കേട്ടിരിക്കുക. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചാരി വെച്ച് കേട്ടുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇതൊന്ന് എഴുതിയെടുക്കേണ്ട, എല്ലാ ബുക്കിലും ഉള്ളതൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ പോലും ഇങ്ങനെ കേൾക്കുക. ഫ്രീ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ തെറ്റാതിരിക്കുക. ഇതുപോലും തെറ്റിയിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യനുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യും. എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയം അപ്പോഴെല്ലാം ഇത് കേട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ട് ഇരിക്കുക. അതേ എനിക്കും പറയാനുള്ളൂ. പരീക്ഷ വരെ വാശിയോടുകൂടി പോവുക, തീർച്ചയായിട്ടും കിട്ടും. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നേടിയെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ആ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാകാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അല്ലാതെ എനിക്കും ഈ പരീക്ഷയും കഴിഞ്ഞു, ഇനി ഞാൻ അടുത്ത പരീക്ഷ കണ്ടോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ എത്ര നാൾ? ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയായാലും ആരോഗ്യസ്ഥിതിയായാലും മുന്നോട്ടുള്ള യാത്രകളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നൊന്നും നമുക്ക് നിശ്ചയപ്പെടുത്താറില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഈ സമയത്തിൽ വാശിയോടുകൂടി വേറെ ആരെയും നോക്കാതെ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് മാക്സിമം പഠിത്തത്തിനും പോട്ടെ. പരീക്ഷകളുണ്ടല്ലോ, ഡേറ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പിലോട്ട് പോയി ഏതെങ്കിലുമൊക്കെ പരീക്ഷ കിട്ടും. എല്ലാ പരീക്ഷയും കിട്ടണം എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു നല്ലൊരു ക്ലാസ് നിർത്തുകയാണ്. ഇതുപോലെ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.